സ്വന്തം മതത്തെക്കുറിച്ചുള്ള അജ്ഞത ഒരാളെ മറ്റൊരു മതത്തിലേക്ക് എത്തിക്കുമോ? ഇപ്പം നമ്മുടെ എക്സ് മുസ്ലിം ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ആരിഫ് ഹുസൈൻ തിരുവോത്തിൻ്റെ ഈ കോയ കോളിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം അത് വളരെയധികം ഫേമസ് ആണ്. ലക്ഷക്കണക്കിന് ഓഡിയൻസ് ആണ് അത് കാണാനായിട്ട് എപ്പോഴും ഉള്ളത്. അതിലാണ് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് ഒരു പെൺകുട്ടി എത്തിയത്. ആയിഷ എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഇപ്പോൾ അത് ചർച്ച ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, സ്വന്തം മതത്തെക്കുറിച്ചുള്ള അജ്ഞത മറ്റൊരു മതത്തിലേക്ക് എത്തിക്കുമോ? അത് കണ്ടിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനത് കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗികമായിട്ട് എന്ത് ചെയ്തു കണ്ടു. അപ്പോൾ അത് കാണാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ആരെങ്കിലും ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോളാണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സംശയം. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അത് പറയുന്ന ചില കാര്യങ്ങൾ പക്ഷേ ആ വർത്തമാനം കേട്ടിട്ട് അതിൽ ഒരു ജെനുവിനിറ്റി ഉണ്ട്. ആ ജെനുവിനിറ്റി ഉള്ളതിൽ ഇതിലൊരു വലിയ നമ്മൾ ആലുവയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഫാർമസി ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ഓണേഴ്സൊക്കെ തന്നെ മുസ്ലിംസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരാണ് നമ്മുടെ മഞ്ചേരിയിലുള്ള PFIയുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക്, മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മുഴുവൻ നമ്മൾ വളരെ വിശദമായി കേട്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടാകുമോ ഇല്ലയെന്ന് പറയാൻ ഇപ്പോഴും ആളല്ല. പക്ഷേ പോലീസിൻ്റെ ഒരു അന്വേഷണം അതിനകത്ത് ആവശ്യമാണെന്നേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഒരു പയ്യനോട് പ്രണയം തോന്നിയിരുന്നു. 5 കൊല്ലമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയിച്ച പയ്യൻ മുസ്ലിമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീട്ടുകാർ അംഗീകരിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് മതം മാറി എന്നാണ് ആ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ പോലും മതം മാറണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അതിൽ ചില സംശയത്തിൻ്റെ എലിമെൻറ്റുകളുണ്ട്. ആ എലിമെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 2 മാസത്തേക്ക് ലീവ് എടുത്ത് സത്യസരണിയിൽ പോയി അവിടെ നിന്ന് PFIയുടെ ഒക്കെ സ്ഥാപനത്തിൽ പോയി അവിടെ ഇവരൊക്കെ പറയുന്നത് കേട്ട് ഈ സ്ത്രീകൾ കൃഷിയിടമാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ച് ഇതെല്ലാം അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ കേട്ടു ഞെട്ടിത്തെരിച്ചു എന്നാണ് പറയുന്നത്. അതിലും ഒരു അസ്വാഭാവികതയുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ വെച്ച് തന്നെ ഈ പയ്യനെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് തിരികെ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ ഓഫീസിലേക്ക് വന്നപ്പോൾ അവരൊരു സക്കാത്തായിട്ട് 1 മാസത്തെ ശമ്പളം കൊടുത്തു. 2 മാസത്തെ ശമ്പളം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. വേറെ ആരെയും എടുക്കൂല, നീ പോയിട്ട് വന്നോ എന്ന് പറഞ്ഞ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ പക്ഷെ സംശയത്തിൻ്റെ ഒരു പുകമറ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പറയാതെ ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, അന്വേഷിക്കപ്പെടട്ടെ. ഇപ്പോൾ ആർക്കെങ്കിലും ആ പെൺകുട്ടിക്ക് തന്നെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടട്ടെ. പക്ഷെ ആ പെൺകുട്ടി പരാതി കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ അത് റിയൽ ആണോ എന്ന് സത്യത്തിൽ ഞാൻ എൻ്റെ ആദ്യത്തെ സംശയം പറയാം. ആദ്യത്തെ സംശയം ഇത്തരത്തിലുള്ളൊരു കോള് അത് ആരിഫ് ഹുസൈൻ തിരുവോത്ത് അറിഞ്ഞുകൊണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ആരിഫ് ഹുസൈൻ തിരുവോത്തിനെ പോലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഇത് പറഞ്ഞ് പഠിപ്പിച്ച് വിളിപ്പിച്ചതാണോ എന്ന് പറയുന്ന ഒരു സംശയം എനിക്കുണ്ട്. ആ സംശയമുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ജെന്യുവനായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം അതിന്റെ പുറത്ത് നടത്തേണ്ടതാണ്. ഇനി അത് ജെന്യുവൻ ആണെങ്കിൽ അതൊരു വലിയ വിഷയമാണ്. ഒന്നാമത്തെ കാര്യം. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ, ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇപ്പം ഇത് വലിയ വിഷയമായതിൻ്റെ പിന്നിൽ തന്നെ എനിക്ക് വലിയ സംശയമുണ്ട്. അതൊന്ന്, ആരിഫ് ഹുസൈൻ തിരുവോത്തിൻ്റെ കോയ കോളിങ്ങിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി വിളിക്കുന്നു. ഇത്രയും കാലം ഇല്ലാത്തൊരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, വിളിച്ചിട്ട് അഭിപ്രായം പറയുന്നു. ഓക്കെ, അത് സമ്മതിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ചില യൂട്യൂബേഴ്സ് അവർ യഥാർത്ഥത്തിൽ വലിയ സംഘപരിവാർ നിലപാടുകളുള്ള യൂട്യൂബേഴ്സൊക്കെ തന്നെ എടുത്തുകൊണ്ട് ഇത് വലിയ ആഹ്ലാദമാക്കുന്നു, ആഘോഷിക്കുന്നു എന്ന് പറയുന്ന കാര്യം നടക്കുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും ഒരാൾ പോലും ഇതിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കാനോ അതിൻ്റെ പുറത്തൊരു നടപടി എടുക്കാനോ ഒന്നും തയ്യാറല്ല. പകരം കേരളത്തിൽ ഈ പ്രചരണം നടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പ്രചരണം നടക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. പ്രചരണം നടക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് വിശ്വസിക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ പോലും പരാതിയായിട്ട് വരാത്തത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. 2. മൂന്നാമത്തത്, ആ പയ്യനോ അവരോ നിർബന്ധിച്ചിട്ടില്ല. പകരം കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണം കഴിക്കുന്ന വീട്ടിൽ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ ഇത് വേണം എന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞേക്കണം. 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോകളും റിപ്പോർട്ടുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ പുറത്തൊരു ഗവൺമെന്റ് എൻക്വയറി പോലും അവർ അവകാശപ്പെടുന്നില്ല. പകരം പ്രിയപ്പെട്ട കേരള ജനത ഇത് കേട്ട് മനസ്സിലാക്കൂ എന്ന് മാത്രമേ അവർ പറയുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള ഒരു സംശയം തന്നെയാണ്. നമുക്കറിയില്ല ഇവര് ജെനുവിനാണോ
അപ്പൊ ജെനുവിൻ അല്ലാത്തിടത്തോളം കാലം ഇത് വിശ്വസിക്കണോ എന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും അതിന് ജെനുവിൻ ആണ് എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്താണ്, അന്വേഷണം വേണം. ഇനി ജെനുവിൻ ആണെങ്കിൽ തന്നെ അന്വേഷിക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ജെനുവിൻ ആണെങ്കിൽ തന്നെ അടുത്തൊരു ഇഷ്യൂ ഉണ്ട്. അടുത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇത് ജെനുവിൻ ആണ് എന്ന് തന്നെ വിചാരിക്കുക. ആ ജെനുവിൻ ആണ് എങ്കിൽ പോലും എന്നുള്ള ഇഷ്യൂ എന്താ, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വലിയ പ്രഗാധമായിട്ടുള്ള പ്രണയം തോന്നിയപ്പോൾ ആ പയ്യൻ പറയാതെ തന്നെ അവന്റെ മതത്തിനോട് പോലും അവർക്കൊരു ആരാധന തോന്നി അങ്ങോട്ട് മാറണം എന്നവര് വിചാരിച്ചു. അങ്ങനെ ഒരു കാര്യത്തെ എങ്ങനെയാണ് ഗൗതം മറ്റേ ലവ് ജിഹാദ്, തേങ്ങ മാങ്ങ എന്നൊക്കെ വിളിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇത് വിളിക്കാൻ പറ്റുക? ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഷോൺ ജോർജിന്റെ ഭാര്യ, അവര് ശരിക്കും പറഞ്ഞാൽ ജഗതിയാണ് അച്ഛൻ എന്ന് പറയുന്നത്, ബുദ്ധിബോധം ഇല്ലാത്ത ഒരാളല്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ മകളെ മാത്രം എന്താണ് മറ്റേ തമ്മാടിപ്പറമ്പിൽ അടക്കാൻ പറ്റൂല, നിങ്ങളുടെ അടുത്തുള്ള കല്ലറയിൽ തന്നെ അടക്കണം, അതുകൊണ്ട് എന്റെ മകളും മതം മാറണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിർബന്ധപ്രകാരമാണ് മതം മാറ്റിയെന്നുള്ള പി.സി. ജോർജ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. എനിക്കറിയാവുന്ന നിരവധി ആളുകൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറിയിട്ടുണ്ട്. കാരണം ഒന്നുകൊണ്ടാ, ആ അഗാധമായ പ്രണയവും സ്നേഹവും തോന്നുന്നതുകൊണ്ടാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഇപ്പം പ്രണയത്തിന് മതമില്ല. യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ ഒരു കുടുംബം മറ്റൊരു മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുന്നു. ഇവര് കുടുംബത്തെക്കാൾ ആ പുരുഷനെയാണ് സ്നേഹിച്ചത്. മതം മാറാതെ തന്നെ അവർക്ക് അവരുടെ അതേ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രണയിക്കാമല്ലോ, അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാമല്ലോ. ഇങ്ങനെ ഒരു നിർബന്ധം ഒരു കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ശരിയാണോ? ഞാനിത് ആര് നടത്തിയാലും എന്റെ പൊന്നു ഗൗതം, ഇതൊക്കെ നമ്മളോട് ഇവിടെ ഇരുന്ന് ഭയങ്കര ആധികാരികം എന്നുള്ളതിലേക്ക് ചില ആളുകളൊക്കെ ഈ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ചില ആളുകളുടെ അവതരണമുണ്ട്, ഇത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയൊന്നും പറയണ്ട. ഈ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നാളെ ഏതെങ്കിലും ഒരു ഹിന്ദു ആയിട്ടുള്ള പുരുഷൻ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മതം മാറി നമ്മളുടെ ചര്യകളിലേക്ക് വരണമെന്ന് വീട്ടുകാരൊക്കെ നിർബന്ധം പിടിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതൊരു കൾച്ചറൽ ഈ പറയുന്ന പോലെ അഡോപ്ഷനാണ്. ഇതൊക്കെ ഒരു കാര്യം. പക്ഷേ ഒരു കാര്യം, ഇത് ക്രിസ്ത്യൻസിന്റെ കേസിലും ഹിന്ദുക്കളുടെ കേസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് പ്രണയം കൊണ്ടും സ്നേഹം കൊണ്ടും ആളുകൾ മതം മാറിപ്പോലും കല്യാണം കഴിക്കാറുണ്ട്. കാരണം നീ ആചരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ആചരിക്കാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഷാജി കൈലാസിന്റെ ഭാര്യ ആനി ആരാണ്? അവര് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസിയാണ്. അപ്പൊ അങ്ങനെ ആകുന്നതിന് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യം ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകുമെന്നും അതിന്റെ പുറകിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഘം ഉണ്ടാകുമെന്ന് പറയുന്ന പരക്കെയുള്ള വിശ്വാസം അതിന്റെ ഒരു കാരണമുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഒരു മതപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് അത് വരാനുള്ള ഒരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ഐഡിയോളജി ജെർമിനേറ്റ് ചെയ്യുന്നത്, നീ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, അവളെ നിന്റെ ഭാര്യയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവളെ നിന്റെ ഭാര്യയായിട്ട് നീ പരിഗണിക്കണമെങ്കിൽ, നിന്റെ വിശ്വാസത്തിലേക്ക് അവൾ വരാത്തിടത്തോളം കാലം നീ അവളെ ഭാര്യയായി കാണരുത് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നിഷ്കളങ്കമായിട്ടാണ്. ഏതാ പുസ്തകം ഒന്ന് കൊണ്ടുവരും? കൊണ്ടുവരാം. ഏതാ പുസ്തകത്തിന്റെ പേര് പറയൂ. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്നാണ്. പരിശുദ്ധ ഖുർആൻ എന്നാണ്. അപ്പോഴും പരിശുദ്ധം കൂട്ടിയാണ് പറഞ്ഞത്. ഖുർആൻ അങ്ങനെ പേരാണല്ലോ പലരും വിളിക്കുന്നത്. ആയിക്കോട്ടെ. ഇനി വേറൊരു കാര്യം, ഇപ്പൊ ഭയങ്കര അവതരണമായിരുന്നു, ഗംഭീരമായിട്ടുള്ള അവതരണമായിരുന്നു. ഇത് കേട്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ ചൂളിപ്പോയാലോ? അല്ല, ഞാൻ പറഞ്ഞുതരാതെ എന്റെ മറുപടി കേൾക്കുന്നേ. സുഹൃത്തെ, സഹിഷ്ണുതയോടെ എന്റെ മറുപടി കേൾക്കും. അല്ലെങ്കിൽ താങ്കൾ ഇരുന്ന് പ്രഘോഷിച്ചോളൂ, ഞാൻ മാറിത്തരാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. താങ്കൾ ഇനി അടുത്തത്, ഒരു നായർ യുവാവ് ഒരു ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയ്യുന്നൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്താണ് ആ വീട്ടിൽ സംഭവിക്കുക? ഒരു പുരാണത്തിലും എഴുതി വെച്ചിട്ടില്ലല്ലോ, വെച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാം വളരെ വിശാല ഹൃദയത്തോട് കാണുമെന്നാണല്ലോ നിങ്ങൾ പറയണേ. ബുക്കിൽ എഴുതി വെച്ച മാത്രമാണോ പ്രശ്നം? അല്ല, യഥാർത്ഥം എന്തായിരിക്കും സംഭവിക്കുക? ആ കുടുംബത്തിന്റെ എഡ്യൂക്കേഷനും അവരുടെ മറ്റു പശ്ചാത്തലത്തിനും അനുസരിച്ചിട്ട് പലതും സംഭവിക്കാം. അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ പോലെ മറ്റേ അവര് വലിയ എഡ്യൂക്കേറ്റഡ് സ്കോളറും അവര് അമേരിക്കൻ പ്രസിഡന്റും ആണെന്നൊക്കെ പറയല്ലേ. ഈ നാട്ടിലെ ഒരു സാധാരണ ചര്യ അനുസരിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി ആ വീട്ടിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി നീ പോയി കല്യാണം കഴിച്ചോളാൻ പറയും എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെ വളരെ അപൂർവമായിട്ട് അങ്ങനെ പറയുള്ളൂ. അല്ല, അങ്ങനെയുള്ളവർ സംഭവിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഏറെയതും അങ്ങനെ സംഭവിക്കുന്നില്ല. കേട്ടില്ല. ജനറൽ വെരി ഗുഡ്. അത്ര പറഞ്ഞാൽ ഒരു മിനിറ്റ് പോട്ടെ. ഒരു 55% പോലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഗൗതം പറഞ്ഞ 70%-ലേക്കൊന്നും കിടക്കണ്ട, ഒരു 55%. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഗൗതം? ഒരു മതപുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട് മാത്രമല്ല,
ഈ മതം എന്ന് പറയുന്നതും ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാളെയല്ല കല്യാണം കഴിക്കുന്നതെങ്കിൽ അതിലൊരു അസ്വാരസ്യം ഉണ്ടാകുന്നതും ഒക്കെ തന്നെ ഈ പറയുന്ന എല്ലാ മതങ്ങളുടെയും മതവിശ്വാസികളുടെയും തലച്ചോറിൽ കലർന്നിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. മനസ്സിലായ കലർന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ എന്റെ കസിൻ തന്നെ വേറൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ അവൻ വന്ന് കല്യാണം വിളിക്കാൻ വേണ്ടി വരുമ്പോൾ അവന്റെ ഫാദറും മദറും എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്, എൻ്റെ വീട്ടിൽ വന്നിരുന്ന് പറയുന്നത്, വളരെ കുറച്ചൊരു വിഷമത്തോടെ അവർ നമ്മളോട്, വിഷമത്തോടെ എന്ന് പറഞ്ഞാൽ മൊത്തം വിഷമത്തോടെയല്ല, വലിയ സമ്പന്നമായിട്ടുള്ള കുടുംബമാണ്, പക്ഷെ എന്നിട്ടും പറയുന്നത് നമ്മുടെ ഇതല്ല അപ്പുറത്താണെന്നാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിന് മതപുസ്തകത്തിലൊന്നും എഴുതി വെക്കണമെന്നില്ല, ഒരു മതപുസ്തകവും പഠിപ്പിച്ചിട്ടുമല്ല വായിച്ചിട്ടുമല്ല. അപ്പൊ ആ യാഥാർത്ഥ്യം നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളണം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന പോലെ തെമ്മാടിക്കുഴിയിൽ പോയി എൻ്റെ മകൾ അടക്കരുത്, അതുകൊണ്ട് നിങ്ങളുടെ കല്ലറക്കകത്ത് തന്നെ അടക്കണം, അതുകൊണ്ട് അവൾ മാത്രം ഒറ്റപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജഗതി എന്ത് ചെയ്തത്, മതം മാറാൻ പറഞ്ഞത്. അത് ഇവിടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ്, അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരൊറ്റ വാചകമുള്ളൂ, ഇതിന്റെ പിന്നിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരെ കണ്ണുമടച്ചങ്ങോട്ട് വിശ്വസിക്കരുത്. ഇപ്പം ഇത് എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോലും അനുകൂലിച്ചൊരു കാര്യമാണ്. CPM പേരാമ്പ്രയിൽ നടത്തിയ ഒരു പ്രചരണം ഫാത്തിമ തെഹ്ലിക്കെതിരെ, നമ്മുടെ കൗമുല കുട്ടിയുടെ വോട്ട് നമ്മുടെ കൗമുല കുട്ടിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അങ്ങനെ ഒരു പ്രവണത കൂടുതലും മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ട് എന്ന് പറയുന്നൊരു പ്രചരണമാണ്. അതിലൂടെ എന്താണ് അവർ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിച്ചൊരു നെറേറ്റീവ്, അതൊക്കെയാണ് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അത് മാത്രമല്ലല്ലോ, നേരെ തിരിച്ചുകൊണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുതരാം, വേറെ ഉദാഹരണം. ഇപ്പൊ ഗൗതം പറഞ്ഞ ഇവിടുത്തെ ഉദാഹരണമല്ലേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ നടക്കുന്നുണ്ട്. അതായത് 2,50,00,000 ഫോളോവേഴ്സുള്ള ഒരു ടീച്ചറുണ്ട്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഖാൻ സാർ എന്നാണ്. ഖാന്റെ മാസ്റ്റേഴ്സ് ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് PSCയുടെ ഒക്കെ കോച്ചിങ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിനെതിരെ അറസ്റ്റും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഫൈസൽ ഖാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ധ്രുവറാത്തി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു നരേറ്റീവ് മുസ്ലിം സമുദായങ്ങളിലെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളിലെയോ ആളുകളാണെങ്കിൽ അവർക്കെതിരെ ഒരു ഭയം സൃഷ്ടിക്കാനായിട്ട് ഓൾറെഡി തന്നെ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. CPM നടത്തിയത് ഭയപ്രചരണമാണോ? CPM നടത്തിയ കാര്യമല്ലല്ലോ പറഞ്ഞത്, അത് വേറൊരു വിഷയമാണ്, വേണമെങ്കിൽ അത് ചർച്ച ചെയ്യാം. CPM നടത്തിയതും ഈ കല്യാണവുമായിട്ടൊരു ബന്ധവുമില്ല. ഇവിടെ ഈ കഴിഞ്ഞ 2026 തെരഞ്ഞെടുപ്പിൽ CPM അങ്ങനെ നടത്തി എന്നുള്ളതിന് ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. CPM നടത്തി എന്നുള്ള CPM പറഞ്ഞത് മുസ്ലിം ലീഗ് അങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റ് ചെയ്യാണ് ഇത്, അല്ലാതെ CPM നടത്തി എന്നൊരു പറഞ്ഞിട്ടില്ല. അങ്ങനെ അനൗൺസ്മെന്റ് നടത്തിയത് തെറ്റാണ്, ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ല, ഇത് മതപരമായ വിഭജനം ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു എന്നാണ് പേരാമ്പ്രയിൽ എന്ത് ചെയ്തത്, ലീഗ് പറഞ്ഞു വരുത്തിയത്. അപ്പൊ അത് നമുക്കറിയില്ല യാഥാർത്ഥ്യമാണെന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് താങ്കൾ പറഞ്ഞത്. CPM പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, CPM പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ തെറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെയുള്ള ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിൽ നിന്ന് CPMന് കിട്ടിയതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് പറഞ്ഞത് മാറ്റി പറയുന്ന ശീലമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചും കൃത്യമായി പഠിച്ചും മാത്രമേ ഞാൻ കഴിയുന്നത്ര സംസാരിക്കാറുള്ളൂ. ഇനി അതല്ല എന്തെങ്കിലും തെറ്റ് വന്നാൽ ഞാൻ തന്നെ പറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രബീർ പുർഖാനിസ്ഥാന്റെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ താങ്കളോട് തുറന്നു പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എന്താ, ആരും കാണൂലായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പുള്ളിക്ക് എതിരാണ് ചെയ്തത്, ഇപ്പൊ ഞാൻ അത് അനുകൂലിച്ചോളാണ് കോളിംഗിൽ ഈ പെൺകുട്ടി ആ ഫാർമസിയിൽ പോയപ്പോ സംഭവിച്ച മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്, അതൊക്കെ എന്തൊക്കെയാ? ഫാർമസി അല്ലാതെ അത് ഫാർമസിസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്, അതൊരു വലിയ കമ്പനിയാണ്. അവിടെ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് മുസ്ലിം സമുദായ അംഗങ്ങളായിരുന്നു മുഴുവൻ ആളുകളും തന്നെ. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ അവര് നോമ്പെടുക്കുമ്പോഴൊക്കെ തന്നെ ഇവർക്ക് അത് നോമ്പെടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പെടുക്കാൻ തുടങ്ങി. കൂടാതെ ഇസ്ലാം മതവിശ്വാസം കുറെ കൂടി ഗംഭീരമാണെന്ന് ഈ പെൺകുട്ടിയെ അവർ പറഞ്ഞ് എന്ത് ചെയ്തു, വിശ്വസിപ്പിച്ചു. പക്ഷെ അപ്പോഴും ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായ ഒരു പയ്യനുമായിട്ടുള്ള പ്രണയവും ആ കല്യാണം കഴിച്ച് അവന്റെ വീട്ടിൽ അവന്റെ പെണ്ണായി കൂടാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം കൊണ്ടുമാണ് അത് മാറിയത്. ആ മാറിയതിനെ നമ്മൾ ഈ പറയുന്ന പോലെ ഇനി ഒരു കാര്യം കൂടി, ഇനി ആ പയ്യൻ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലോ അവൻ ചെയ്തത് തെറ്റാണെങ്കിലോ അവനെ ശിക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ക്രൈം നടക്കുമ്പോൾ, നാളെ ഈ പറയുന്ന പോലെ ഒരു ബംഗ്ലാദേശി വന്ന് ഒരാളെ കത്തിക്കൂത്തി പരിക്കേൽപ്പിച്ചു ഡൽഹിയിൽ എന്ന് പറയുന്ന ക്രൈം നടക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ടത് അവൻ ചെയ്ത ക്രൈം തെറ്റാണ് എന്ന് കാണുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം, അല്ല പറഞ്ഞു തീർത്തോട്ടെ, അക്ഷമ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അക്ഷമ ഉണ്ടാവുമെന്ന്. കാരണം ഏതൊരാൾക്കും താങ്കളെ പോലെയുള്ള ആളുകൾക്ക് അക്ഷമ ഉണ്ടാവും സത്യം കേൾക്കുമ്പോൾ. പക്ഷെ അതിന് പകരം നമ്മൾ അവരിലൂടെ ഒരു സമുദായത്തെ അങ്ങനെ തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു ഭീതി ജനിപ്പിക്കുന്ന പ്രൊപ്പഗാണ്ടകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് യഥാർത്ഥ പ്രശ്നം. ഞാനിവിടെ ചോദിക്കുന്നത്, ഇപ്പം ലവ് ജിഹാദ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് പലരും പറയുന്നൊരു കാര്യം.
അങ്ങനെ ഉണ്ട് എന്ന്. പലരും അല്ല കേട്ടാ, അങ്ങനെ വെറുതെ ലൈസാകരുത്. അല്ല, ഞാൻ അമിത്ഷാ ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ ആഭ്യന്തര മന്ത്രാലയം പറയുന്ന കാര്യം ശരി, ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു കൂട്ടർ പറയുന്നു എന്ന്, അത് ആ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എങ്ങനെ ഇപ്പം ലവ് ജിഹാദ് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ അത് നടക്കുന്നുണ്ട് എന്ന് തെളിവ് സഹിതം ആർക്കും പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലരും ഉന്നയിക്കുന്ന ഒരു വാദം. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് സമൂഹത്തെ അറിയിക്കണമെങ്കിൽ എത്തരത്തിലുള്ള തെളിവുകൾ ആവശ്യം? ആ ചോദ്യം എന്താന്ന് വെച്ചാൽ, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറയണമെങ്കിൽ അത് വളരെ ഓർഗനൈസ്ഡ് ആയി നടത്തപ്പെടണം. ഇപ്പൊ ഒരു പയ്യൻ എന്ത് ചെയ്തു, അവൻ പ്രണയിച്ചു, ആ പ്രണയിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അവന്റെ മതം കണ്ടിട്ട് എന്ത് ചെയ്തു, നേരെ ഇപ്പൊ മാധവിക്കുട്ടി മാറിയതുപോലെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാറി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലവ് ജിഹാദാന്ന് വിളിക്കാൻ പറ്റില്ല. പകരം നിങ്ങൾ അറിയേണ്ടത് ലവ് ജിഹാദാണെന്ന് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നിരവധി ആളുകളെ സെലക്ട് ചെയ്യുകയും അത്തരത്തിൽ സെലക്ട് ചെയ്ത ആളുകൾ പെൺകുട്ടികളെ ബോധപൂർവം, അതായത് വിത്ത് ഈ പറയുന്ന പോലെ എന്താണ്, ഒരു ക്രിമിനൽ കോൺസ്പിരസിയുടെ ഭാഗമായി, ഗൂഢാലോചനയുടെ ഭാഗമായി വളരെ പ്ലാൻഡ് ആയി ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കുകയും അവരെ പ്രണയം നടിച്ച് വശത്താക്കുകയും എന്നിട്ട് അവരെ എന്ത് ചെയ്യും, മുസ്ലിം സമുദായത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൽ പോലും ഗൗതം കൃഷ്ണ കാണിക്കുന്ന ഒരു ചെറിയ അഭ്യാസം എന്താണെന്ന് വെച്ചാൽ, അത് ആരെങ്കിലും പറയട്ടെ എന്നല്ല, ഇന്ത്യക്ക് റിസർച്ച് അനാലിസിസ് വിംഗും CBIയും ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കമുള്ള നിരവധി പോലീസ് സംവിധാനങ്ങളുടെ തലവനായിട്ടുള്ള അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഞാൻ അമിത്ഷാ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ എന്തില്ല എന്നാണ്, ഈ പറയുന്ന ലവ് ജിഹാദ് ഇല്ലെന്നാണ്. അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഇനി ഇത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആളുകൾ മാറണേ, ആണല്ലോ. യഥാർത്ഥത്തിൽ ഗൗതം കഴിഞ്ഞോടെ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തു 100 കോടി രൂപ എടുത്തൊരു നടിയെ മാറ്റുമെന്ന്. ഈ നാട്ടില് ഈ സത്യസന്ധയിൽ പോയിട്ടുള്ള ഈ പെൺകുട്ടി തന്നെ ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, അത് വളരെ സ്ട്രൈക്കിംഗ് ആണ്. ആ പെൺകുട്ടി പറയുന്നത്, ചില ആളുകളൊക്കെ മതം മാറാൻ വേണ്ടി വരുന്നത് അവർക്ക് സാമ്പത്തിക സഹായം നൽകാം, ബേക്കറി ഇട്ട് കൊടുക്കാം, അങ്ങനെ പല ഉപജീവന മാർഗങ്ങളെ കൊടുക്കാം എന്നുള്ളതാണ്. ഗൗതം ഒന്ന് പഠിച്ചു നോക്കണം. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും വെറുതെ ഒന്ന് ഗൂഗിളിലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണം. എന്താണെന്നറിയാമോ, എത്ര SC ST ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഹിന്ദു മതക്കാർ ക്രിസ്ത്യനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് പെന്തക്കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു? പലപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ചില ഹെൽപ്പുകൾ, സഹായങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 തരം പ്രശ്നങ്ങളുണ്ട് എന്ന്. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, അവർ പൊക്കോട്ടെ എന്നാണ്. പക്ഷേ ഒരു മുസ്ലിം സമുദായത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്കൊരു പ്രത്യേക വികാരം ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദു പയ്യൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ തല്ലി ഈ പറയുന്ന പോലെ വീടിന്റെ പുറത്തിറക്കി ജീവിക്കാൻ വയ്യാതാക്കിയാലും നമുക്ക് വലിയ വികാരം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാ മാധ്യമങ്ങളും എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ ഉറഞ്ഞു തുള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്, ഒരു മുസ്ലിം പയ്യനെ ചെയ്തത്. അത് ഇൻഡിവിജ്വൽ ക്രൈമാണ്. ആ ഇൻഡിവിജ്വൽ ക്രൈമിന് അവനെതിരെ നടപടി എടുത്തവനെ ശിക്ഷിക്കണം, ഒരു സംശയമില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ഇവന്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടെന്നോ ആ സ്ഥാപനത്തിൽ ആർക്കെങ്കിലും പങ്കെടുന്നോ ഒക്കെ കൃത്യമായി പോലീസ് അന്വേഷിച്ച് നടപടി എടുക്കണം. ആ എടുക്കുന്നത് വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വെറും വികലമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ അസംഷന്റെ പുറത്ത് നടത്തരുത്. ഒരു മികച്ച ഒരു പ്രമുഖ യൂട്യൂബർ ഇവിടെ ഇരുന്ന് വലിയ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇതിനൊന്നും തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളിത് പറയുമെന്നാണ്. അത് എന്ത് ചെയ്യരുത്. അല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി 10-21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെക്കനെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു. അവസാനം ഒരേ നിർബന്ധം മതത്തിലേക്ക് മാറണമെന്നുണ്ട്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. പേപ്പർ റിപ്പോർട്ട് അടക്കം ഉള്ളതാണ്. അതിലൊക്കെ എത്രമാത്രം അന്വേഷണം വന്നിട്ടുണ്ട് എന്നുള്ള വേറൊരു റിപ്പോർട്ട് കൂടി ഞാൻ പറയാം. നമുക്ക് അതിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യാം. കെവിൻ വധക്കേസ് ഞാൻ പറയുന്നത് കെവിൻ വധക്കേസ് എന്തായാലും ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് എന്തിനാണ് ചർച്ച ആവട്ടെ, എന്താ കുഴപ്പം? ചർച്ച ആകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ? കുഴപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ പ്ലാൻഡായി ഓർഗനൈസ്ഡ് ആയി നടത്തപ്പെടുന്ന ക്രിമിനലിസം അല്ല, ഇത് വളരെ പ്ലാൻഡായി ഓർഗനൈസ്ഡായി നടത്തപ്പെടുന്ന വാർത്തകളാണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ വാർത്തകൾക്ക് മാത്രം ഈ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, എല്ലാവരും ഒന്ന് കാണുന്നതല്ലാണ് പ്രേക്ഷകരൊക്കെ. ഒരൊറ്റ സീൻ കണ്ടാൽ മതി. അതിൽ വൈ സഭ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നാഷണൽ വുമൺസ് കമ്മീഷൻ ഈ പറയുന്ന പോലെ ഒരു കൊലപാതകത്തിൽ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതിൽ ഞങ്ങൾ ഞെട്ടി എന്ന് ചോദിക്കുമ്പോൾ ആ സിനിമയിൽ ചോദിക്കുന്ന ഒരു വാചകമുണ്ട്, അത് റിയാലിറ്റിയാണ്.
അതായത് ഓരോ 4 സെക്കൻഡിലും 4 മിനിറ്റിലും ഒരു റേപ്പ് നടക്കുന്ന രാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് സഭയുടെ ഒരു കൊലപാതകത്തിൽ മാത്രം നിങ്ങൾ ഞെട്ടിയത്? വൈ ദാറ്റ് ബിക്കെയിംസ് എ നാഷണൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധത്തിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പഠനങ്ങൾ കൊണ്ട് എത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ പിന്നിലെ അജണ്ട വളരെ കൃത്യമായി ഞാൻ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഗൗത പറയേണ്ടത്, ഈ വീഡിയോ ചെയ്യുന്ന ഒരാൾ പോലും കൃത്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെടാത്തത് പോലും, ഇവൻ ആരിഫ് ഹുസൈൻ പോലും ആരിഫ് ഹുസൈൻ അന്വേഷണം ആവശ്യപ്പെടാത്തതിൽ എനിക്കൊരു എതിർപ്പില്ല. കാരണം ആരിഫ് ഹുസൈൻ അന്വേഷണം ആവശ്യപ്പെടാല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിൽ വരുന്ന ഒരു കോളാണ്, അത് ഇഷ്ടം പോലെ ആളുകൾ കാണുന്നു. അപ്പൊ ഏറ്റവും ആദ്യം അന്വേഷണത്തിന് ആവശ്യപ്പെടേണ്ടത് ആരിഫ് ഹുസൈൻ അല്ലേ? ആരിഫ് ഹുസൈൻ അന്വേഷണത്തിന് ആവശ്യപ്പെട്ട് ആരിഫ് ഹുസൈൻ ഒരു സാധാരണ നേച്ചർ അനുസരിച്ച് ആരിഫ് ഹുസൈൻ ഗവൺമെന്റുകളോടോ ബാക്കിയുള്ളവരോടോ ഒന്നും ഒരു അന്വേഷണവും ഒരു കാര്യത്തിലും ആവശ്യപ്പെടാറില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാറുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നു, ഈ പറയുന്ന പോലെ ഒരു വേറൊരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതെടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുകയും ആ വീഡിയോക്ക് 3-4 ലക്ഷം വ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. അവരെ വിടാൻ പറ്റില്ല. അവരെ വിടാനാണെങ്കിൽ ചർച്ച എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വിഷയം എന്ന് പറയുന്നത് കോയ കോളിംഗിൽ വന്ന ആയിഷയുടെ വിഷയമാണ്. അത് ഇതിനെക്കുറിച്ച് പലരും പല രീതിയിൽ ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ ക്രക്സ് ഇത് എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്നുള്ളതാണ്. അതും ചർച്ച ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ വിഷയം പറയാൻ വേണ്ടി വീഡിയോ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഐഷയുടെ ഈ ടോക്ക് എല്ലാവരും കേട്ടു, മിക്കവാറും ആളുകളൊക്കെ കേട്ടു. ഗൗതമംഗല കേരളത്തിൽ മൊത്തം കേട്ടിട്ടുള്ള ഒരു 10 ലക്ഷം പേര് കേട്ടിട്ടുണ്ടാവും. ആ 10 ലക്ഷം പേര് ഇത് കേട്ട് കഴിഞ്ഞു. അതായത് 2-2.5 ലക്ഷം പേര് ആരിഫ് ഹുസൈൻ തിരുവോത്തിന്റെ നിന്നും വേറെ 3-5 ലക്ഷം പേര് മറ്റു യൂട്യൂബേഴ്സിന്റെ നിന്നും കേട്ടിട്ടുണ്ടാവും. അത് കേട്ടു. അതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള ഞെട്ടലുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കേരളത്തിൽ ഒരു കേസ് ചെയ്യാൻ ഗൗതത്തിന്റെ അടുത്ത് വന്നു, ഗൗതം അതിൽ പിടിക്കാനേ തയ്യാറല്ല. ഗൗതത്തിന് പോലും ഞെട്ടലില്ല ആ കാര്യത്തിൽ. കെവിൻ വധക്കേസ് എന്ന് പറയുന്ന കോട്ടയത്ത് ഒരു കെവിൻ വധക്കേസ് എങ്ങനെ ഉണ്ടായി? ഒരു താഴ്ന്ന ജാതിയാണെന്ന് ആളുകൾ വിചാരിക്കുന്ന ജാതിയിലെ പയ്യനെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു കേസാണ്. കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പോലും അവർക്ക് കൂട്ടുനിന്നു എന്ന ആരോപണമുള്ള ഒരു കേസാണ്. അപ്പൊ അത്തരത്തിൽ ജാതിയും മതവും ഒക്കെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന മാനസികാവസ്ഥയാണ്. ജാതീയതക്കെതിരെ നമ്മൾ എത്ര നൂറ്റാണ്ടുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മാറിയിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അത് മാറിയിട്ടുണ്ടോ? നമുക്ക് അത് മാറാത്തതിൽ പ്രശ്നമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ജാതീയത കൊണ്ട് നടക്കാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർ വെക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തിപരമായ കാര്യം പറയാനല്ലല്ലോ ഗൗതം. നമ്മളൊരു ക്യാമറ തുറന്നു വെച്ച് യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കുന്നു. അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ഈ കേരളത്തിലുണ്ടോ എന്ന് പറയുന്ന സാമൂഹ്യ വിമർശനം നടക്കാനാണ് വീഡിയോ എടുക്കുന്നത്. താങ്കൾ പറഞ്ഞത് അതിനെക്കുറിച്ച് കെവിന്റെ കാര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യും? ജാതീയതയെ കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്, അത് മാറേണ്ടതാണ്. അതിനെ ആരും അംഗീകരിക്കുന്നില്ല. പറയുന്നത് എല്ലാ ഡെയിലി നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നല്ല. ഗൗതം എന്നോട് ആലപ്പുഴയിലെ വേറൊരു കേസ് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ടോപ്പിക്കിൽ നിന്ന് വഴിമാറി പോകാറില്ല. രണ്ടാമത്തെ കാര്യം, ഗൗതം ഇപ്പൊ പറഞ്ഞ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം, എന്റെയോ ഗൗതത്തിന്റെയോ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, നാട്ടുകാരെ കേൾക്കേണ്ട ആവശ്യമില്ല. ഈ കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. നമ്മൾ തന്നെ ജാതീയതയെ പറ്റിയിട്ട് എത്ര വീഡിയോ എടുത്തിട്ടുണ്ട്. ആലപ്പുഴയുടെ കേസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി നിർബന്ധമായിട്ട് ഇസ്ലാം മതത്തിലേക്ക് ചേരണം എന്നതിന്റെ ഒരു പ്രഷർ മൂലം ആത്മഹത്യ ചെയ്തു. ഇതുമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം മതത്തിലേക്ക് മാത്രം എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത് നാളെ ഹിന്ദുക്ക് മതത്തിലും 2 പേര് ഒരേ മതത്തിലും ഒരേ ജാതിയിലുമുള്ള 2 പേര് കല്യാണം കഴിച്ചിട്ടും അവർ തമ്മിൽ പിരിയുന്നുണ്ട്. അവര് വീട്ടുകാർ പറയുന്നത് ഇപ്പൊ ഈ കേസിൽ തന്നെ എന്താ പറയുന്നത്? ഐഷ പറയുന്നത് ആ പയ്യനെ ഐഷ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. പകരം ഐഷ ആകെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ആ കുറച്ച് കഴിഞ്ഞപ്പോ, അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ആ പയ്യൻ വീട്ടുകാർ കേൾക്കുന്ന ഒരാളായി മാത്രം തീർന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തോരം സംഭവങ്ങൾ ഈ കേരളത്തിൽ അല്ലാതെ ഉണ്ട്. എനിക്കറിയാവുന്നതിന് എത്ര എണ്ണം ഉണ്ട്. അതായത് അതുകൊണ്ട് ഡിവോഴ്സ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? കാരണം എന്ന് വെച്ചാൽ അവരെ അച്ഛനും അമ്മയും പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, വൈഫിനൊരു വിലയില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? അതിൽ തോന്നാത്ത വികാരം ഇതിനകത്ത് മാത്രം തോന്നല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണെന്ന് തിരിച്ചറിയുന്നവരെ. ശരി, ഇതാണ് അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത്. ലവ് ജിഹാദിനെ കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റില്ല. അതിനെ നിർവചിക്കാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ട് അത് ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്നതാണെന്ന് തെളിവ് സഹിതം കണ്ടെത്താനായിട്ട് സാധിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ്. ഞാനൊരു ഹിന്ദു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഉള്ളിലുള്ള ഉദ്ദേശമാണ്, പുറത്തുള്ളതല്ല. ഉള്ളിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്,
ഇവർ അന്യമതത്തിലുള്ള ഒരാളെ സ്നേഹിച്ചിട്ട് എൻ്റെ മതത്തിലേക്ക് വഴിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉള്ളിലുള്ള ഉദ്ദേശം. ഞാൻ അവരോട് അടുക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നൈസായിട്ട് എന്താണ് മതത്തിലേക്ക് മാറ്റുന്നു. ഉള്ളിലുള്ള ഉദ്ദേശം, പുറത്തുള്ള ഉദ്ദേശമല്ല. അപ്പം ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളെ കണ്ടെത്താൻ എളുപ്പമാണോ? നൈസായിട്ട് മതത്തിലേക്ക് മാറ്റിയാൽ കുഴപ്പമില്ല ഗൗതം, അതിനെന്താ കുഴപ്പമില്ല. ആ പറഞ്ഞുതരാന്നേ, പല അങ്ങനെ ചാടരുതപ്പം തന്നെ. ഗൗതം എനിക്ക് എന്നെ ഭയപ്പെടുത്തരുത്, എനിക്ക് അത് ഭയമുള്ള ഒരാളാണ്. ഞാനിതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്നെ പേടിപ്പിക്കില്ലേ പ്ലീസ്. ഞാൻ കാര്യമായിട്ടുണ്ട്, എന്നെ പേടിപ്പിക്കില്ല. ഞാൻ ഭയങ്കര ഭയമുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് ഗൗതം എനിക്ക് ഭയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം, ഇനി പേടിപ്പിക്കില്ല. ഗൗതത്തിൻ്റെ ഈ നാട്ടിൽ അവരുടെ മതം ഗൗതം ശ്രദ്ധിച്ച് കേൾക്കണോണ്ടാ. ഗൗതത്തിന് ചിരി വേണമെങ്കിൽ ചിരിച്ചു, കുഴപ്പമില്ല, ഞാൻ ഗ്യാപ്പ് തരാം. അപ്പം ഗൗതം അറിയേണ്ടത് ഒരു മതത്തെ പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള അനുമതി ഭരണഘടനാപരമായിട്ടുണ്ട്. അതായത് നാളെ ഗൗതത്തിന് ഈ പറയുന്ന പോലെ ഷീലയെയോ അല്ലെങ്കിൽ ഐഷുമ്മയെയോ ബീവാത്തുമ്മയെയോ ആൻസീനെയോ ഈ പറയുന്ന നിർമ്മലാ സബാസിനെയോ അവരുടെ പരിപൂർണ സമ്മതപ്രകാരം താങ്കളുടെ ക്യാരക്ടർ കൊണ്ട് വിസ്മയിപ്പിച്ച് താങ്കളുടെ സ്നേഹവും കരുണയും ആർദ്രതയും ഒക്കെ കണ്ട ഒരു മതം മാറിയാൽ തീർന്നിട്ട് അങ്ങനെ ചാടല്ലേ, ആ തീർന്നാൽ അതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ അതിനുശേഷം 3 കൊല്ലം കഴിഞ്ഞ് താങ്കൾ ഈ പറയുന്ന പോലെ ഇപ്പൊ താങ്കളുടെ ഉദാഹരണം തന്നെ പറയാം, താങ്കളും അവരുമായിട്ടൊരു സ്വരച്ചേർച്ച ഉണ്ടാകുന്നു, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള സാധാരണ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടി പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഉടനെ തന്നെ ഇത് ലവ് ജിഹാദാണെന്ന് പറയുന്നതിന് എന്ത് ന്യായം? അത്രയുള്ള കാര്യം. ഇനി ഒരു മിനിറ്റ് ഇനി വേറൊരു കാര്യം തീർന്നില്ല. ഇനി അടുത്തത്, അതിന് പകരം താങ്കളും ഒരു 25 പേരും കൂടി ഒരു ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലവ് ജിഹാദ് എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ അവരൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് കണ്ടെത്താൻ പരിപൂർണമായും കഴിയുന്ന ഒരു സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെയും സെൻട്രൽ ഈ പറയുന്ന പോലെ എന്താണ് SSBയുടെയും ഒക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. ഇനി അതുകൊണ്ട് ഗൗതം അറിയേണ്ടത് ഇതൊക്കെ കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസിനോ ഇന്ത്യൻ പോലീസിനോ കഴിയും. ഈ സത്യസാരണി പോലെയുള്ള പരിപാടികളും PFIക്കാരെ മുഴുവൻ തൂക്കിയെടുത്തിട്ട് പോയത് ആരാണെന്ന് അറിയാലോ? NIA ആണ്. അവരിന്നും പുറവുലോകം കണ്ടിട്ടില്ല. എങ്ങനെയായിരിക്കും NIA അവരെ ചോദ്യം ചെയ്യാന്നുള്ളത് എനിക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഗൗതം അറിയേണ്ടത് ഞാനൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നത്. ഒരു സംശയം അക്കാര്യത്തിലില്ല. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് കണ്ടെത്തുക തന്നെയാണ് വേണ്ടതെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒന്നും കൂടി ഒരു കാര്യം സ്പെസിഫൈ ചെയ്തിട്ട് ചോദിക്കുന്നത്, ഇപ്പം എന്താണ്, എനിക്ക് പ്രണയം എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ മതം മാറ്റണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്ത്രങ്ങൾ, ഞാൻ നല്ല സ്വഭാവക്കാരനാണ് എന്ന് പറയുന്ന അഭിനയത്തിൽ തന്ത്രത്തിൽ ഒരു പെണ്ണിനെ ഞാൻ വീഴ്ത്തുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണോ? അതൊരു വ്യക്തിപരമായ ക്രൈമാണ്. അതിനെ നിങ്ങളൊരു മതവുമായി കൂട്ടിച്ചേർക്കരുത്. അത് രതീഷ് ചക്രവാണി ചെയ്താലും, ഇനി ഗൗതത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല വ്യക്തിപരമായി, രതീഷ് ചക്രവാണി ചെയ്താലും നാളെ വെക്സ് ചെയ്താലും വേറെ ആര് ചെയ്താലും അത് തെറ്റാണ്. ഇനി ഗൗതം അറിയേണ്ടത് അത് മതം മാറ്റണമെന്ന് പറഞ്ഞ ആഗ്രഹത്തോടി മാത്രമല്ല, ഈ നാട്ടിൽ അല്ലാതെ നടക്കുന്നുണ്ടല്ലോ, അവരുമായിട്ടൊരു ശാരീരിക ബന്ധം സ്ഥാപിക്കാം, വന്നിട്ട് വിട്ടുകളയാമെന്നൊക്കെ ആലോചിക്കുന്ന രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും വഞ്ചന എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്ന അഭിപ്രായക്കാരാണ്. അപ്പോഴാണ് ഒരു ചോദ്യം സാറേ എക്സിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു മതം മാറ്റണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരാൾ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ചിന്ത എവിടെ നിന്ന് കിട്ടിയേ? മതം മാറ്റണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ഒരു അയാൾക്ക് ഉണ്ടായെങ്കിൽ അയാൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയ ചിന്തയാണ്. അല്ലാതെ അയാൾ രാവിലെ പോയിരുന്ന് ഖുർആനിലെ ഹദീസും അതുപോലെ ആയത്തുകളും ഒക്കെ ഹൃദിസ്ഥമാക്കി അവിടെ നിന്നുണ്ടായിട്ടുള്ളൊരു ചിന്തയാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്ന തക്ക രീതിയിലുള്ള ഒരു കേസ് തെളിയിക്കാൻ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പോലീസുകാരും ഒക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ അവൻ്റെ ക്രിമിനലിസമാണ്, ആ വ്യക്തിയുടെ മാത്രം കാര്യമാണ്. അതിലേക്ക് നമ്മളൊരു സമുദായത്തെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇത് തന്നെ ഒരു ഹിന്ദു ചെയ്താൽ നമ്മൾ അങ്ങനെ എടുക്കും? തീർച്ചയായിട്ടും തെറ്റായിട്ട് എടുക്കണം. ഒരു മിനിറ്റ്, ഞാൻ ഒരു ഹിന്ദുവാണ് അല്ലെങ്കിൽ എക്സ് ഒരു ഹിന്ദുവാണ്. ആ എക്സ് എന്ത് ചെയ്യുന്നു, എൻ്റെ ഹിന്ദു മതത്തിലേക്ക് വേറൊരു മുസ്ലിം മതത്തിലെ പെൺകുട്ടിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലെ പെൺകുട്ടിയോ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന പോലെ മതം മാറ്റി ഹിന്ദുവിലേക്ക് കൊണ്ടുവരണം, അങ്ങനെ ഹിന്ദു മതം ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് ഒരുത്തരൊരു കാര്യം ചെയ്തു. പറഞ്ഞിട്ട് ആ ചെയ്തതിന് ശേഷം ഗൗതത്തിനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നു അയാൾക്കത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് പറയാം അത് മറ്റേ ഭഗവത്ഗീതയിൽ നിന്നോ വേദങ്ങളിൽ നിന്നോ ഉപനിഷത്തുകളിൽ നിന്നോ രാമായണത്തിൽ നിന്നോ മഹാഭാരതത്തിൽ നിന്നോ പല സ്ഥലത്തു നിന്നും കിട്ടിയെന്നൊക്കെ പറയാം. അങ്ങനെ കിട്ടിയത് ആണെങ്കിലും അല്ലെങ്കിലും ദ ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അത് ചെയ്താൽ അത് വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അല്ലാതെ അതുകൊണ്ട് നാളെ രതീഷ് ചക്രവാണി ഒരാളോട് ഇടപെടുമ്പോൾ അത് വരരുത് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പല കാര്യങ്ങളും മനുസ്മൃതിയിൽ നിന്ന് കിട്ടിയതാണ് എന്നതിന്റെ പുറത്ത് മനുസ്മൃതി കത്തിച്ച് കളഞ്ഞിട്ടുള്ളൊരു നാടായത്. ആരും ഭയപ്പെട്ടിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഭയപ്പാട് എവിടുന്നെങ്കിലും കിട്ടിയതാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. മനുസ്മൃതി കത്തിക്കട്ടേന്നേ. മനുസ്മൃതിയുടെ ഭാഗമായി ഈ നാട്ടിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഭേദ്യം ചെയ്യാനും നിങ്ങൾക്ക് വഴി നടക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അവരുടെ ഒരുപാട് മനുഷ്യാവകാശങ്ങളും ഒക്കെ അത് കാരണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തിക്കട്ടെ. ഇനി നാളെ വേറെ ഏതെങ്കിലും പുസ്തകങ്ങളിലും അതുണ്ടെങ്കിൽ അത് കത്തിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതാത് മതങ്ങളിലെ ആളുകളോ ഇനി വേറെ മതത്തിലുള്ള ആളുകളോ അത് കത്തിച്ചാൽ പോലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. എന്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിൽ നിന്ന് മാത്രമല്ല ഇതുണ്ടാവുന്നത് മനുസ്മൃതിയിൽ നിന്ന് മാത്രമല്ല. മനുസ്മൃതിയുടെ ഭാഗമായി ഏതെങ്കിലും മനുഷ്യൻ തെറ്റ് ചെയ്താൽ മനുസ്മൃതിയെ രാവിലെ എടുത്ത് ജയിലിലടക്കാൻ പറ്റില്ല. ജയിലിലടക്കേണ്ടത് അവനെയാണ്. അതിനെ ഈ നാട്ടിലെ 96 കോടിയിലധികം വരുന്ന ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചു പോയ ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇനി അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ കൂടി അതിന്റെ ശിക്ഷയായിട്ട് കാണല്ലേ. ഇവിടെ ഇത് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രണയത്തിൽ ഒരാള് മറ്റൊരു മതത്തിൽ മാറുന്നതിൽ ആർക്കാണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അയാളുടെ താല്പര്യപ്രകാരം അയാൾക്ക് ഇഷ്ടം തോന്നി മാറുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ തന്ത്രപരമായി ഒരാളെ പിടികൂടി താങ്കൾ പോലും അറിയാതെ താങ്കളെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് എൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന് പറയുന്ന തന്ത്രം ഉണ്ടല്ലോ, ഈ തന്ത്രത്തെ ചോദ്യം ചെയ്യേണ്ടതേ ഉള്ള കാര്യമാണ്. അത് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതില് ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എനിക്ക് ഗൗതം ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരും. എനിക്ക് പഴയൊരു വീഡിയോ ഓർമ്മ വരും. ഞാൻ പറയുന്നില്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിലൊരു വീഡിയോ എനിക്ക് ഓർമ്മ വരും. പക്ഷെ അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇത് പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റില്ല എന്നാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ തന്ത്രപരമായി ആരോട് ചെയ്താലും, ഞാൻ പറഞ്ഞ മതം മാറ്റാൻ വേണ്ടിയല്ല, ഇനി ഈ പറയുന്ന പോലെ അവനില്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്ത്രപരമായി ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ എങ്ങനെയെങ്കിലും അവരുടെ വൾണറബിലിറ്റിയെ, അവരൊരു മറ്റേ റിലേഷൻഷിപ്പ് വേർപെടുത്തി നിൽക്കുകയാണ്, ബ്രേക്ക് ഉണ്ടായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ആര് ചെയ്താലും അത് വൃത്തികേടാണ്, അത് വഞ്ചനയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനെ ഒരു മതവുമായി മാത്രം ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ കൂട്ടിക്കെട്ടുന്നത് എന്ത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു ലാർജർ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രം ഒരു രാജ്യത്ത് വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിന്റെ ഭാഗമായി ഒരു ഫിയർ ഉണ്ടാക്കുകയും ചെയ്യുകയും യഥാർത്ഥത്തിൽ ഒരു പോളറൈസേഷന് താല്പര്യമുണ്ടാക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിലേക്ക് വരുന്നത് എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ടും അതിന്റെ തന്ത്രമാണെന്ന് അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ ഇതിനെ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നത്. സാർ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാം, പക്ഷെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൽ തെളിവുകൾ ഉണ്ടാക്കാനോ തെളിയിക്കാനോ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഭയം വിതറരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഹുസൈന്റെ കോയ കോളിംഗിലാണ് ഇപ്പൊ ഈ ആയിഷ വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ആദ്യം വിഷം വിൽക്കുന്നത് ഇപ്പൊ എന്തിനാണ് ആരിഫ് ഹുസൈന് കൃത്യമായിട്ട് ഇത് സത്യമാണോ ഈ പെൺകുട്ടി പറയുന്നത് എന്നറിയാതെ എന്തിനാണ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്? അപ്പൊ ആദ്യത്തെ കുറ്റക്കാരൻ, താങ്കളുടെ ഒരു ഡെഫിനിഷനിൽ ആദ്യത്തെ കുറ്റക്കാരൻ എന്ന് പറയുന്നത് ആരിഫ് ഹുസൈൻ അല്ലേ? ആരിഫ് ഹുസൈൻ തെരുവോത്തും അന്വേഷിക്കപ്പെട്ടേന്നേ. ഞാൻ അന്വേഷിക്കണമെന്നല്ലേ പറഞ്ഞേക്കടാ. ആരിഫ് ഹുസൈൻ തെരുവോത്തിന് ഞാനിതിൽ കുറ്റപ്പെടുത്താത്തതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ആരിഫ് ഹുസൈൻ തെരുവോത്ത് നേരത്തെ ആളുകളുമായിട്ടൊക്കെ തന്നെ സംവദിക്കാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ഡിബേറ്റുകളായിട്ട് അവർ നടത്തിയിരുന്നു. ആ നടത്തിയപ്പോഴേക്കും അത് പുറത്തേക്ക് അവർ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ നടത്തുന്ന ഡിബേറ്റുകളിൽ പലപ്പോഴും കുറെ കൂടി എതിർവാദങ്ങൾ ഉന്നയിക്കപ്പെടുകയും അതിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് വലിയ വിജയം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അത് നാട്ടുകാരെ സ്വാധീനിക്കാൻ തുടങ്ങി. ആ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതസംഘടനകളും മതസമുദായ സംഘടനകളും ഒക്കെ കൂടി തീരുമാനിച്ചു ഇനി ആരിഫ് ഹുസൈൻ തെരുവോത്തുമായിട്ട് ഞങ്ങൾക്കൊരു സംവാദമില്ല എന്നുള്ളത് അവർ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരിഫ് ഹുസൈൻ തെരുവോത്ത് വളരെ നല്ല ഇന്റൻഷനോടുകൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കി അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പല എതിർപ്പുകളും ഉണ്ടാവൂലേ, ആ എതിർപ്പുകൾ വിളിച്ച് അദ്ദേഹത്തോട് നേരിട്ട് സംവദിക്കട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് അപ്പൊ നിരവധി ആളുകൾ വിളിക്കാറുണ്ട്. അവരോട് പലപ്പോഴും ആരിഫ് ഹുസൈൻ എന്ത് ചെയ്യാറുണ്ട്, തർക്കിക്കാറുണ്ട്, അവരെ കളിയാക്കാറുണ്ട്. ആരിഫ് ഹുസൈൻ അതൊരു ഹരമാണ്. അപ്പൊ അതുകൊണ്ട് ഹരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒട്ടും ഈ പറയുന്ന പോലെ അതിനകത്ത് എഡിറ്റഡ് അല്ലാതെ പുറത്തേക്കും വിടാറുണ്ട്. അപ്പൊ അങ്ങനെ അത് അവരോടും കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കോൾ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഗൗതം പറഞ്ഞ പോലെ ഒരു സംശയമുണ്ടെങ്കിൽ അതും അന്വേഷിക്കാം. അന്വേഷിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഉറപ്പായിട്ടും ആരിഫ് ഹുസൈൻ തെരുവോത്തിനെ സമീപിക്കുകയും വിളിച്ച നമ്പർ എടുക്കുകയും എവിടെ നിന്നാണ് വിളി വന്നതെന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യില്ലേ? അത് ചെയ്യട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്.
ഞാനല്ലാതെ തീർച്ചയായിട്ടും അല്ലാതെ ആരെയും ആദ്യമേ എക്സോണറേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ട് ഓക്കെ ആരിഫ് ഹുസൈനോട് ചോദിക്കാൻ ചെല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസം ആരിഫ് അങ്ങനെ എന്ത് ചെയ്യില്ല, ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു വരുന്നതാണ് ലവ് ജിഹാദുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുരൂഹതകൾ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചാൽ ഒറ്റ കാര്യമുള്ള പാർലമെന്റിൽ മറുപടി കൊടുത്ത പോലെ മറുപടി കൊടുക്കേണ്ടി വരും. എന്താണെന്നറിയാമോ, ഇത് അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളത് മറുപടി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് പാടും. അതുകൊണ്ട് പിന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ആകുമ്പോൾ ഞാൻ പറയുന്ന ഒരു 6 മാസത്തിനകം ഇത് അന്വേഷണം നടത്തി കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യും. ആ റിപ്പോർട്ട് പൊതുജനങ്ങളുടെ പുറത്തേക്ക് വിടുകയും വേണം. ഇനി ഉണ്ടെങ്കിൽ, എനിക്കതിൽ പേടിയൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിൽ ഏതെങ്കിലും വൃത്തികെട്ട വളരെ ഫ്രിഞ്ച് ഗ്രൂപ്പായിട്ടുള്ള എലിമെന്റ്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള പടി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മുഴുവൻ തുറങ്കിലടക്കുകയും അത് പറയുകയും ചെയ്യട്ടെ. അപ്പോഴും ആ സമുദായം രക്ഷപ്പെടും. സമുദായത്തിലെ ബാക്കി 95 പേരെ 100 പേരുണ്ടെങ്കിൽ 5 പേര് ചെയ്താൽ നമുക്ക് ബാക്കി 95 പേരെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. അത്രയുള്ള സിമ്പിളാണ് കാര്യം. എന്റെ പൊന്നു ഗൗതം, ഞാനൊക്കെ ഒരുപാട് ആളുകളുമായി ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളുമായി എല്ലാം തന്നെ നന്നായി ഇടപെടുന്ന ആളാണ്. അവരൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരുടെ മതത്തെക്കുറിച്ച് എന്നോട് കഴിഞ്ഞ ഈ പറഞ്ഞ 30 കൊല്ലമായി സംസാരിക്കാത്ത ആളാണ്. തീർച്ചയായിട്ടും മനസ്സിലായോ? ഞാൻ ഇരുത്തി ചോദിച്ചിട്ട് പോലും നിങ്ങൾ നോമ്പെടുക്കണ എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ച് എന്നെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പോലും അവർ തയ്യാറാകാത്ത ആളുകളാണ്. അവരുടെ ഉള്ളിൽ മതവുമില്ല, ഒന്നുമില്ലാത്ത ഒരാളുകളാണ്. പിന്നെ അവരൊരു പ്രാക്ടീസിങ് ചെയ്തു പോകുന്നു, വീട്ടിലൊക്കെ ഉള്ള ശീലങ്ങൾ മൂലം അവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അല്ലാതെ അതിനപ്പുറത്തേക്ക് വളരെ കരുണയും ദയവും ഒക്കെ ഉള്ള നിരവധി പേർ ആ സമുദായത്തിലും സമൂഹത്തിലും കൂടി ഉണ്ട് എന്നെങ്കിലും നിങ്ങളൊന്ന് സമ്മതിക്കും. അത്രയുള്ള കാര്യം അല്ല ഞാൻ പറഞ്ഞത്, താങ്കളോടല്ല ഞാൻ പറഞ്ഞത്, ഈ പൊതുവായിട്ടുള്ള സമൂഹത്തോട് അതെങ്കിലും നിങ്ങളൊന്ന് സമ്മതിക്കും. എന്നിട്ട് നമ്മൾ അവരെ സംശയത്തോടുകൂടി എന്ത് ചെയ്യല്ലേ, കാണല്ലേ, ഭയമുണ്ടാക്കല്ലേ. ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ സംശയത്തോടുകൂടി തന്നെ, ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ മാത്രം അത് എത്ര ശതമാനം ഉണ്ടാവും? കോൺഗ്രസിന്റെ ദേശീയ വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദ് പറഞ്ഞ പോലെ പാകിസ്ഥാനെ ചീത്ത വിളിക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയാണോ എന്നുള്ളതാണ്. അല്ലല്ലോ, നമ്മൾ ചർച്ച ചെയ്താണല്ലോ, സിമ്പിളാണ്. അല്ല അത് ചർച്ച ചെയ്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ജമാഅത്തെ ഇസ്ലാമിന് മോശമായിട്ട് പറയുന്നില്ലേ, ഞാൻ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നില്ലേ, എന്നെ ഇതുപോലെ താങ്കൾ പറഞ്ഞ പോലെ AK ബാലൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ ആക്കി തീർക്കുന്നത് പ്രവണത തെറ്റാണെന്നാണ്. മുസ്ലിങ്ങൾക്കെതിരെ ആക്കി തീർത്തത് ജമാഅത്തെ ഇസ്ലാമി പോലും അല്ല. അതാണ് നമ്മുടെ സങ്കടം. കോൺഗ്രസ് അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിച്ചു, അത് ചെയ്യല്ലേ എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിലൊന്നും എന്നെ സംബന്ധിച്ച് എന്തില്ല, ബോധരക്ഷയില്ല. ഇപ്പൊ ഈ വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ സംഘി അല്ലെന്ന് പറയും. കുറച്ച് ചിലപ്പോൾ അവർക്കെതിരെ പറയുമ്പോൾ ഞാൻ സംഘിയാണെന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള ചാപ്പൂത്തലുകളൊക്കെ ഉണ്ടാവും. ഏറ്റവും ആദ്യം ഒരു 70-80 കൊല്ലം പ്രണയം വളരെ മനോഹരമായ സുന്ദരമായിട്ടുള്ള വികാരം. മതം കലക്കേണ്ട ആവശ്യം, ഒരു മതവും കലക്കേണ്ട ആവശ്യമില്ല. ഗൗതത്തിനൊക്കെ അറിയുമെന്ന് അറിയില്ല. ഗൗതം ബോംബെ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, നമ്മുടെ ചങ്ക് കത്തിപ്പോകുന്ന സിനിമയാണ്. മനസ്സിലായ? അതിൽ ഞാൻ പറഞ്ഞ അത് തന്നെയാണ് സംഭവം. ഈ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് CPM-ന്റെ അടക്കം നിരവധി നേതാക്കൾ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ച് സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴായതുകൊണ്ടാണ് ഇതൊക്കെ വിഷയമായത്. ഇപ്പൊ ഏറെയും കല്യാണം കഴിച്ചത് ആരെയാണ്? അതെ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നാണെങ്കിൽ അതുപോലും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു, റഹീമിന് പകരം ഒരു പാവം പിടിച്ച ഒരു മെയ്സൺ പണിക്കാരനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്ന പണിക്കാരനാണ് എന്ന് വിചാരിച്ച് ഈ കാലഘട്ടത്തിൽ ആ സംഭവം ആർഷാനയുടെ കല്യാണം കഴിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സത്യത്തിൽ നമ്മളിപ്പോ ഈ പറയുന്ന പേരുകാർക്കൊന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഇത് ഈ ഇങ്ങനെയുള്ള പ്രണയ വിവാഹങ്ങളിൽ ആർക്കാണ് ഈ നാട്ടിൽ കുഴപ്പം? പ്രണയിച്ചോട്ടെ, അന്യമതത്തിൽ നിന്ന് ആളുകൾ പ്രണയിച്ചോട്ടെ, വിവാഹം കഴിച്ചോട്ടെ, സുഖമായി ജീവിച്ചോട്ടെ. പക്ഷേ എന്റെ മതത്തിൽ ചേരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി പ്രണയം അടിക്കുകയും തന്ത്രപരമായിട്ട് അവളെ എന്റെ മതത്തിലേക്ക് ആക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതിനെ എതിർക്കണ്ടേ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അവിടെ പ്രണയം എന്ന് പറയുന്ന ആ വിശുദ്ധ സങ്കല്പം ഞാൻ ഒരു ചെറിയ കാര്യം പറയുന്നതുകൊണ്ട് ഗൗതത്തിന് വിഷമം തോന്നരുത്, വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട്. ഗൗതവും ഞാനും കൂടി സംസാരിക്കാൻ വിളിക്കുന്നു. ഗൗതം എന്നെ ഇവിടെ ഇരുത്തി വിളിക്കുന്നു, സംസാരിക്കാൻ വിളിക്കുന്നു. അപ്പോൾ പുറത്ത് നിന്നിട്ട് ഒരാൾ പറയാണ്, വേണ്ട എന്നെ കുറ്റം പറഞ്ഞേക്കാം, ഗൗതത്തിന് പറയണ്ട, പുറത്തു നിന്ന് ഒരാൾ പറയാണ്, രതീഷ് ചക്രപാണി നിങ്ങളെ ഒരു കൊടുവാള് വെച്ച് വെട്ടിക്കൊല്ലുകയാണെങ്കിൽ നിങ്ങളത് ചെറുക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഗൗതത്തിന് എന്തു തോന്നുന്നു അയാളോട്? എന്തു തോന്നും? ഞാൻ പറയാ, പുച്ഛം മാത്രം അവൻ അർഹിക്കുന്നുള്ളു. കാരണം രതീഷ് ചക്രപാണി ഇതുവരെ 5 പേരെ വെട്ടിക്കൊന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ വെറുതെ ഗൗതം കൃഷ്ണ എടുത്ത് ഇത്തരത്തിലുള്ള ഒരു ഭയം ഒരാൾ വളർത്താൻ ശ്രമിച്ചാൽ നമ്മൾ അവനെ എന്ത് പറയും? ഞാൻ ചോദിക്കുന്നത്,
ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു അങ്ങനെ ഒന്നില്ലെന്ന്. ഇന്ത്യയിൽ ഒരു കേസ് ഇതുപോലെ തെളിയിക്കപ്പെട്ടത് നേരത്തെ പറഞ്ഞു, പറഞ്ഞു തീർന്നില്ല. അങ്ങനെ പുച്ഛിച്ചിരിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഈ പുച്ഛം എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള അസഹിഷ്ണുതയുടെ കാര്യമാണ്. ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ, ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഒരു കേസ് പോലും അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ പോലും ഗൗതം വീണ്ടും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെയാണ്, പ്രണയം സുന്ദരമാണ്, മഹത്തരമാണ്, അതിൽ മതം ജാതി കലർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരാള് മതത്തിലേക്ക് ചേർക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി പ്രണയിക്കുകയാണെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആണെന്ന് ചോദിച്ചൊരു ഭയം വളർത്തേണ്ട ആവശ്യം എന്താ ഇവിടെ ഉള്ളത്? ഒരു കേസെങ്കിലും തെളിയിക്കപ്പെടണ്ടേ? ഞാൻ ചോദിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നേരത്തെ രതീഷ് ചക്രപാണി താങ്കളെ വെട്ടിക്കൊല്ലുമോ എന്ന് ചോദിക്കുന്ന പോലെ അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ എന്റെ കൊച്ചിനെ ആരെങ്കിലും ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് ദൈവമേ ഗൗതം എന്ത് ഉപദ്രവിക്കുമെന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഗൗതം വരുമ്പോൾ ദൈവം ഇവന് ഇവിടെ നിന്ന് എന്ത് ചെയ്യോ കിണ്ടി അടിച്ചിട്ട് പോകുമോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അത് ഈ പറഞ്ഞ പോലെ അകാരണമായ ഒരു ഭയം സൃഷ്ടിക്കലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കേസെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ തെളിവുണ്ടെങ്കിൽ ശരിയാണ്, നമുക്ക് വേറെ ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യാം വിചാരിക്കും. അതില്ലാത്തടത്തോളം കാലം നിങ്ങൾ ഈ പറഞ്ഞ പോലെ അയഥാർത്ഥ്യമായിട്ടുള്ള അൺറീസണബിൾ ആയിട്ടുള്ള ഒരു ഭയം വളർത്തല്ലേ. 3 മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ സംഭവിച്ച കാര്യം, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അവരുടെ ആത്മഹത്യക്കുറിപ്പ് കൃത്യമായിട്ട് അവൈലബിൾ ആണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത ആളുകൾക്ക് കിട്ടും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എനിക്ക് ഇവനെ പ്രണയമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ നിർബന്ധിക്കുന്നു എന്നെ മതം മാറാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് വീട്ടുകാരുടെ പല രീതിയിലുള്ള പ്രഷർ, ഇത് കാരണം എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലവ് ജിഹാദാണോ? ഒരാള് അവരുടെ ഈ പറയുന്ന പോലെ പെൺകുട്ടിയെ മതം മാറാനായിട്ട് പ്രേരിപ്പിക്കുന്നു, അവന്റെ മതത്തിലേക്കാകണമെന്ന് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യൻ ഉള്ള ആളുകളോ ഹിന്ദുക്കളിലുള്ള ആളുകളോ ഒന്നും ഇത് സംഭവിക്കുന്നില്ലേ? അങ്ങനെ മാറുന്നില്ലേ? അവരെ നിർബന്ധിക്കുന്നില്ലേ? കണ്ണടച്ചിരുട്ടാക്കാതെ സുഹൃത്തെ, അങ്ങനെ പറയല്ലേ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? മതം മാറണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടുകൂടി അവരെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ നേരത്തെ അവർ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ നിർബന്ധ പ്രകാരം മതം മാറണം എന്നുകൂടി പറയുന്ന കേസുകൾ നിരവധി ഉണ്ട് ഇവിടെ. അതെല്ലാ മതത്തിലും ഉണ്ട്. കാരണം അങ്ങനെ നിർബന്ധമുണ്ട്. ഇനി എന്തിന് നേരത്തെ ഞാൻ ചോദിച്ചു, ഒന്നിന് ഞങ്ങൾക്ക് ഉത്തരവില്ല. ഒരു നായർ യുവാവ് നാളെ ഈ പറയുന്ന പോലെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ഒരു പുതിയ കല്യാണം കഴിക്കാൻ പോയ മുഖം ചൊളിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. മതം മാറിയാൽ പോലും ഒരു സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ വേറെ മതമാണെങ്കിൽ മതമെങ്കിലും മാറാം, ജാതി മാറാൻ പറ്റൂല. അപ്പൊ അങ്ങനെ മാറാൻ പറ്റാത്ത നിരവധി കാര്യങ്ങളുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് സുഹൃത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശരി ഒറ്റ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്കും ആരെ വേണമെങ്കിലും പ്രണയിക്കട്ടെ, സ്നേഹിക്കട്ടെ. പക്ഷെ പ്രണയത്തിൽ മതം കലർത്തുക എന്ന് പറയുന്ന വൃത്തികെട്ട പരിപാടി, അത് ഹിന്ദു ചെയ്താലും മുസൽമാൻ ചെയ്താലും ക്രിസ്ത്യാനിറ്റി ചെയ്താലും വൃത്തികെട്ട പരിപാടിയാണ്. ഇതും വൃത്തികെട്ട പരിപാടിയാണ്. അതായത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഭയം വളർത്തുന്നതും വൃത്തികെട്ട പരിപാടിയാണ്. ആശങ്കകൾ ഉന്നയിക്കാം, അന്വേഷണം ഉന്നയിക്കാം, പക്ഷെ അതിന് പകരം അതുണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും അങ്ങേറ്റ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ അതെന്താണ് സാറ് സൂചിപ്പിക്കുന്നത്? ലവ് ജിഹാദൊന്നും അല്ലെങ്കിലും ഒരു പ്രേരണ, അതായത് നിർബന്ധപൂർവം മതത്തിലേക്ക് മാറണമെന്ന് പറയുന്ന ഒരു പ്രഷർ, അത് ആര് നടത്തിയാലും, ഞാൻ പറഞ്ഞത് അത് മുസ്ലിം നടത്തിയാലും ഒരു മിനിറ്റ് ഈ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് തീരുമാനിച്ചോട്ടെ, ഈ കാര്യം തീരുമാനിച്ചോട്ടെ. പ്രണയിച്ച ഈ പ്രേക്ഷകരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണമെങ്കിൽ ഈ പ്രണയിച്ച എത്രയോ ആളുകൾ സ്വന്തം ജാതിയും സ്വന്തം മതവും അല്ലാത്തത് കൊണ്ട് മാത്രം കല്യാണം കഴിക്കാൻ പറ്റാതെ പോയ എത്ര പേരുണ്ടാവും? ഇത് ആരെങ്കിലും പരിചയപ്പെട്ടുണ്ടോ? എന്തായിരിക്കും കാരണം? ഇതാണ് വീട്ടുകാരുടെ പ്രശ്നം. അപ്പൊ ഗൗതം നേരത്തെ പറഞ്ഞു, ഒരു മിനിറ്റ്, എന്തായിരുന്നു പ്രശ്നം? അപ്പൊ ഗൗതം നേരത്തെ പറഞ്ഞു പ്രണയത്തിൽ ജാതിയും മതവും കൊണ്ടുവരരുത്, മഹാവൃത്തികേടാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു സമൂഹമല്ല ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജാതിയും മതവും ഒക്കെ പ്രണയത്തിലും കല്യാണത്തിലും വലിയ പ്രശ്നമായിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ്. ഇനി അഥവാ അബദ്ധത്തിനെങ്ങാനും കല്യാണം കഴിച്ചാൽ പോലും ഈ പറയുന്ന ഒരുപാട് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഹിന്ദു കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് പോലും ഞാൻ കേട്ടിട്ട് പോലും ഉണ്ട്, എങ്ങനെ നമ്മുടെ കൂട്ടത്തിലേക്ക് മാറാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ മാറാൻ ആളുകൾ നിർബന്ധിക്കും. ചിലപ്പോൾ അതിന് പറ്റിയില്ല, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ ചിലപ്പോൾ നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം. താങ്കളുടെ കൺസേൺ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതായത് ഈ മതം മാറ്റി മറ്റൊരു സമുദായത്തിലേക്ക് മാറുന്നത്, ഇത് നിങ്ങൾ
മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം കുറ്റക്കാരായി കാണരുത്. അത് ക്രിസ്ത്യാനികളിൽ നടക്കുന്നുണ്ട്, ഷാജി കൈലാസിൻ്റെ ഭാര്യ മാറിയില്ലേ, അതേപോലെ അത് മറ്റ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പം മുസ്ലിങ്ങളെ മാത്രം ഒരു ശത്രുപക്ഷത്ത് നിർത്തരുത് എന്നാണ് താങ്കൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു വന്ന കാര്യം. ഒരു മിനിറ്റ്, മുസ്ലിങ്ങളെ നിർത്തരുത് എന്നാണ് ഞാൻ അടിസ്ഥാനപരമായി പറഞ്ഞു വന്ന കാര്യം. ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇനി എന്നെങ്കിലും കേരള ഗവൺമെന്റോ ഇന്ത്യ ഗവൺമെന്റോ ഇതുകൊണ്ട് അന്വേഷിക്കാതിരിക്കണമെന്ന് എനിക്ക് അർത്ഥമില്ല. അന്വേഷണം നടത്തി അവർ ഇതുപോലെ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ 5 പേരുണ്ടെങ്കിൽ, ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്താൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതുപോലെ ഒരു കാര്യം പോലും ഇല്ലാതിരുന്നിട്ടും ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ഒരു MP ചോദിച്ചതിന് ഉത്തരമായിട്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞിട്ടും ഈ കേരളത്തിൽ നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇതൊന്നും ഇല്ല പക്ഷെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഈ പറയുന്ന ഒരു പോളറൈസേഷനാണ്. അല്ലാതെ അത്തരത്തിലുള്ള ഒരു സമുദായം മുഴുവൻ എന്തായാലും ക്രിമിനൽസ് ആവില്ലല്ലോ. ഒരു സമുദായത്തിലെ 0.00001% വരുന്ന ക്രിമിനലുകളെ അമർച്ച ചെയ്യാനുള്ള നിങ്ങളുടെ അതിയായ ആഗ്രഹം കൊണ്ടല്ല ഈ പ്രൊപ്പഗണ്ട. ഈ മതം വളരെ അധികം ആളുകളുടെ ഉള്ളിൽ രൂഢമൂലമാണ്. പല ആളുകളുടെയും ഉള്ളിൽ ഞാൻ ഇന്ന മതക്കാരനാണ് എന്ന ആ ഐഡന്റിറ്റിയിൽ തന്നെ ഉറച്ചു നിൽക്കും, ഇന്ന ജാതിക്കാരനാണെന്നൊക്കെ പറയുന്ന ഐഡന്റിറ്റിയിൽ അവർ ഈ ആയിഷയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സ്വന്തം മതത്തെക്കുറിച്ചുള്ള അജ്ഞാനം. അങ്ങനെ അജ്ഞാനമുള്ള ഒരാളെ, ഇപ്പം ഒരു ക്രിസ്ത്യനെ സ്വന്തം മതത്തെ പറ്റിയിട്ടോ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയിട്ടോ ഒരു കുന്തു പറയാത്ത ഒരാൾ, അയാളെ വളരെ എളുപ്പത്തിൽ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇവർ പറയുന്നത്. അതിപ്പോഴാണ് കറക്റ്റ് അജണ്ട പുറത്തേക്ക് വന്നത്. അതിപ്പം ആരാണെന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ല, ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇപ്പോഴാണ് കറക്റ്റ് അജണ്ട പുറത്തേക്ക് വന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതവും കൂടി അവരെ പഠിപ്പിക്കണം, സ്ട്രോങ് ആക്കണം എന്നുള്ളതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല ഗൗതം. ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളെയും എല്ലാ ആൺകുട്ടികളെയും ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ അടുത്ത് കണ്ടീഷണലായി വെക്കുന്ന പ്രണയമല്ല എന്ന് പഠിപ്പിക്കണം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആ ജോലി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റേ മതം മാറി വന്നാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബെൻസും മെഴ്സിഡസ് ബെൻസും BMW ഒക്കെ തന്നാൽ ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറയുന്നത് പോലെയുള്ള ഒരു കണ്ടീഷനും എടുക്കാത്ത, നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തെറ്റുകളും ശരികളെയും എന്ത് ചെയ്യുന്ന പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കണം, അതിനുള്ള പഠിപ്പിക്കൽ നിങ്ങൾ കൊടുക്കണം. അല്ലാതെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് തലയിലേക്ക് എത്തിയാൽ പിന്നെ മാറൂല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ മത ബിസിനസ് ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കോട്ടെ ചേട്ട എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ വേറൊരു അഭ്യാസവും ഇതിന്റെ പുറകില്ല. എതിരാളികൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ യുണൈറ്റഡ് ആവുക, അതിനു വേണ്ടിയാണ്. നമ്മൾ ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ ഈ താങ്കൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹത്തിൽ ഭീതി പടർത്തുന്നുണ്ട്. ആ ഭീതി പടർത്തുന്നതിന്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. അതായത് ക്രിസ്ത്യൻ സമൂഹം കൃത്യമായിട്ട് അവരുടെ കുട്ടികളെ ചെറുപ്പം മുതലേ മതം പഠിപ്പിച്ച് ഐഡന്റിറ്റിയിൽ സ്ട്രോങ് ആക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ ഐഡന്റിറ്റിയിൽ സ്ട്രോങ് ആക്കുന്നു. ഹിന്ദുക്കൾ മാത്രം ഇതൊന്നും പഠിപ്പിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഹിന്ദു കുട്ടികളെ, പെൺകുട്ടികളെ മതം മാറ്റാൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്ന ഭീതി യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വാസ്തവമാണ്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഇത് പ്രത്യേകമായി ഗൗതം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞാൽ ഗൗതത്തിന് ഇതിൻ്റെ കാര്യം ചെറുതായിട്ട് ഗൗതത്തിന് മനസ്സിലായില്ലെങ്കിൽ ആൾക്കൊക്കെ മനസ്സിലാവും, ഗൗതത്തിന് മനസ്സിലാവും. ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാത്തൊരു വിഭാഗമുണ്ട്. ആരാന്നറിയാമോ? ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അവർ കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ട് അവരെ ആര് കല്യാണം കഴിച്ചിട്ട് പോയാലോ അവർ മതം മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ഛത്തീസ്ഗഡിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ അത് പ്രശ്നമാണ്. കാരണം എന്താ പറയുക, അതൊരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വോട്ട് മാത്രമാണ് പ്രശ്നം, ഒന്ന്. ഇനി രണ്ടാമത്തത്, ഗൗതത്തിന് ഇതുപോലെ കേൾക്കുന്ന പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാചകമാണ്, ഭയവും നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും വളർത്തിക്കൊണ്ട് നിങ്ങളെ പോളറൈസ് ചെയ്യുക എന്നുള്ളത്, അവരവരുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ഓരോ കമ്പനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഷണ്ടിയാണ്, വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് കുടവയറുണ്ട്, വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ സ്കിൻ വെളുത്തതല്ല, പ്രശ്നമാണ്. ഇങ്ങനെ ഭയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രോഗം വരും എന്ന് പറഞ്ഞ് ഭയം ജനിപ്പിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ ബിസിനസ് നടന്നത്. നിങ്ങൾ മരണപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് സെല് ചെയ്യുന്നത്. ആയിരക്കണക്കിന് പേരെ അവർ ചേർക്കുമ്പോൾ ഒരാൾ പോലും മരണപ്പെടില്ല. അത് ശരിക്കും പറഞ്ഞാൽ 1000 പേരിൽ 1000 പേരും മരണപ്പെട്ട അവരുടെ പരിപാടി എന്ന് തന്നെ പൂട്ടിപ്പോകും. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഈ ഭയം തന്നെ
വേറൊരു രീതിയിൽ പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനം. അല്ലാതെ ഇവിടെ ഏതെങ്കിലും പെൺകുട്ടികൾ അനാഥരാക്കപ്പെടുന്നതിനോ അവർ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചിട്ട് ദുരിതം അനുഭവിക്കുന്നതിനോ ഒന്നും സഹായിക്കാൻ ചെല്ലാനുള്ള മനസ്ഥിതി കൊണ്ടല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ള സ്വസമുദായത്തിലെ തന്നെ ആ സമുദായ സ്നേഹമുള്ള പറഞ്ഞിരുന്നില്ല സ്വസമുദായ സ്നേഹമുള്ള ആളുകളൊക്കെ തന്നെ അവർ നടത്തുന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതുപോലെ ഡിവോഴ്സ് ചെയ്യപ്പെട്ട ആലംബയായി പോയ ഒരു പെൺകുട്ടിക്ക് സ്വന്തം സമുദായത്തിലെയാണ്, ആ സമുദായത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിലോ ഏതെങ്കിലും ആളുകളായിക്കോട്ടെ കല്യാണം കഴിച്ച് വിധവയാക്കപ്പെട്ടവർക്ക് ഒരു 2 സീറ്റ് റിസർവേഷൻ കൊടുക്കാമോ? 2 സീറ്റ് കൊടുക്കൂല. 40 ലക്ഷം രൂപയായിട്ട് വന്ന് എന്ത് ചെയ്യും? ടീച്ചറായിട്ട് അപ്പോയിന്റ്മെന്റ് തരാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ തന്ത്രമെല്ലാം തന്നെ ഒരപര വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ പോളറൈസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കിയാൽ ഇതിനെ കൃത്യമായിട്ട് ഡീല് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ആശങ്കയെ BJP വളരും. ഈ ആശങ്ക ഇവിടെ വളരും. ഇതൊന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. എനിക്ക് ബോധമില്ലാത്ത ഒരാളൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ആശങ്ക വളർത്താം എന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് നല്ല സുഖമായി ഇവിടെ കുറെ കൂടി എൻ്റെ ബിസിനസ്സും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഗൗതം അറിയേണ്ടത് തൽക്കാലം ഇപ്പത്തെ പോകുന്നിടത്തോളം നമ്മൾ അത്തരത്തിലുള്ള വിഷം വാരി എന്ത് ചെയ്യേണ്ടത് നമ്മൾ കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. നാളെ ഞാൻ മാറൂല്ലെന്ന് എനിക്കറിയില്ല, എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സീരിയസ്ലി ഞാൻ പറയാം, തുറന്നു പറയണേ, എനിക്ക് കേരളത്തിൽ നാളെ ഒരു വർഗീയ കലാപം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു സൈഡിനോട് ചേർന്ന് നിൽക്കേണ്ടി വരും. അപ്പൊ അത്തരം ലെവലുകളിലേക്ക് പതുക്കെ പതുക്കെ പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗൗതം പറഞ്ഞതുപോലെ ഇതെല്ലാം കേട്ടിട്ട് ഇത് എന്തെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്, വോട്ട് ബാങ്ക് ഭയപ്പെട്ടിട്ട് പലർക്കും സത്യം പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് വാസ്തവമാണ്. അതാണ് ഏറ്റവും പരമമായ സത്യം. തീർച്ചയായും.